മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒരു മാസം പിന്നിട്ടിട്ടും വയനാട് കള്ളാടിയിൽ ഒലിച്ചിറങ്ങിയ മണ്ണ് മാറ്റുന്ന പ്രവർത്തികൾ പൂർത്തിയായില്ല. മണ്ണിടിച്ചിലിനെ തുടർന്ന് മീനാക്ഷിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യവും ഇതുവരെ നീക്കിയിട്ടില്ല. ജൂലൈ 7-നാണ് കള്ളാടി തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. 8 പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. അപകടത്തിനു പിന്നാലെ പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് ഉടൻ നീക്കുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിരുന്നത്. എന്നാൽ ദുരന്തമുണ്ടായി ഒരു മാസം പിന്നിടുമ്പോഴും പ്രദേശത്ത് നിന്ന് മണ്ണ് നീക്കിയിട്ടില്ല. മണ്ണിടിച്ചിലിനെ തുടർന്ന് മീനാക്ഷിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കാനും നടപടിയുണ്ടായില്ല. തുരങ്കപാത നിർമ്മാണത്തിനായി എത്തിച്ച യന്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളടക്കം ഇതിൽപ്പെടുന്നു. നിലവിലെ ഒരു മാസത്തോളമായി ഇപ്പോൾ മണ്ണിടിഞ്ഞു വന്നിട്ട് ഇതുവരെ ഇടിഞ്ഞു വന്ന മണ്ണും അതേപോലെ തന്നെ പുഴയിലേക്ക് ഒഴുകി വന്നിട്ടുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഇതുവരെ കമ്പനിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മഴ പെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണുള്ളത്. കാരണം പുഴയിൽ അടിഞ്ഞു വന്നിട്ടുള്ള ഈ യന്ത്രസാമഗ്രികളിൽ മണ്ണും മറ്റും വന്നടിഞ്ഞിട്ട് മുണ്ടക്കൈയിലൊക്കെ സംഭവിച്ച പോലെ പുഴ ഗതി മാറി പോകുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ആ പ്രദേശവാസികളുള്ളത്. തുരങ്കപാതയുടെ നിർമ്മാണ ചുമതലയുള്ള ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്കാണ് മണ്ണ് മാറ്റാനുള്ള ചുമതല നൽകിയിരുന്നത്. മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ നിയോഗിച്ച വിദഗ്ധ സംഘം ദുരന്ത സ്ഥലം സന്ദർശിച്ചുവെങ്കിലും സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണാണ് ദുരന്ത കാരണമെന്ന ആദ്യഘട്ടം മുതൽ ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മണ്ണ് നീക്കുന്നതിൽ നടപടി വൈകുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒരു മാസം പൂർത്തിയാകുമ്പോഴും ദുരന്തത്തിൽ ഒലിച്ചിറങ്ങിയ മണ്ണ് മാറ്റുന്ന പ്രവർത്തികളോ മീനാക്ഷിപ്പുഴയുടെ നവീകരണമോ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.